ഇന്നലെയാണ് SSLC പരീക്ഷാ ഫലം പുറത്തു വന്നത്. വൻ വിജയം നേടിയവരും പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കാത്തവരും ഉണ്ടാവും. ഇരു കൂട്ടരെയും ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കാം. പരീക്ഷകളിൽ വിജയിച്ചവർക്ക് നാട്ടിൻപുറത്തൊക്കെ അനുമോദന സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിൽ ഇതുപോലെ ഒരു അനുമോദന സദസ്സ് നടന്നു. അതിൽ അതിഥിയായി സംഘാടകർ വിളിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാഷകനും അധ്യാപകനുമായ MN വിജയൻ മാഷിനെയായിരുന്നു. പരാജയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത്. അതിങ്ങനെയായിരുന്നു: ഈ ചടങ്ങിൽ പങ്കെടുക്കാത്ത നിരവധി കുട്ടികളുണ്ട്. പത്രങ്ങളിൽ കളർ ചിത്രങ്ങളാകാൻ സാധിക്കാത്തവർ. അവർ ഇന്ന് ഇവിടെ വരാത്തതുകൊണ്ട് ചിലപ്പോൾ നാളെ ലോകം മുഴുവനും അറിയപ്പെടും. അവർ നമ്മുടെ വെളിച്ചത്തിന്റെ മറുപുറമാണ്. MN വിജയൻ മാഷ് നമ്മുടെ സമൂഹത്തിന്റെ പൊള്ളത്തരത്തെ കൂടിയാണ് ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുമോ എന്നറിയാൻ ദൗർഭാഗ്യവശാൽ ഒരു പരീക്ഷയുമില്ല. അതിന് ജീവിച്ചു നോക്കുക തന്നെ ചെയ്യണം. വിജയത്തിന്റെ അളവുകോൽ പരീക്ഷകൾ മാത്രവുമല്ല. അതുകൊണ്ട് പരീക്ഷകളിൽ പരാജയപ്പെട്ടവരും അനുമോദിക്കപ്പെടേണ്ടവരുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ 99.07% വിജയിച്ച കുട്ടികൾക്കും അനുമോദനങ്ങൾ. പരാജയപ്പെട്ടു പോയ 0.93% വിദ്യാർത്ഥികളുണ്ട്. വളരെ കുറച്ച് മനുഷ്യർ, വളരെ കുറച്ച് വിദ്യാർത്ഥികൾ. അവർ എങ്ങനെയായിരിക്കും പരാജയപ്പെട്ടു പോയത് എന്നത് ആലോചിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കൊപ്പമുണ്ട്. അവരിൽ പലരും ചിലപ്പോൾ രോഗപീഠയ്ക്ക്, അതല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥയ്ക്ക്, അരക്ഷിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഒക്കെ ഇരയായി തീർന്നവരായിരിക്കാം. അതല്ലെങ്കിൽ അവർ മറ്റൊരാളുടെ നന്മയിലേക്ക് വേണ്ടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യരുമാവാം. ബാക്ക് ബെഞ്ചിലിരിക്കുന്ന മനുഷ്യരാവും ഒരുപക്ഷെ കിണറ്റിൽ വീണുപോയ കുട്ടിയെ രക്ഷിക്കാൻ ആദ്യം കിണറ്റിൽ ഇറങ്ങുക എന്നതല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ 0.93% വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇന്നത്തെ ദിവസം നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ഒരു പരീക്ഷയും നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കല്ല. പ്രത്യേകിച്ച് SSLC പരീക്ഷ ഒട്ടുമേയല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. പരീക്ഷയിൽ തോറ്റ മനുഷ്യർ ജീവിതത്തിന്റെ കോണിപ്പടികൾ ഓരോന്നായിട്ട് കയറിപ്പോകുന്ന കണ്ടവരാണ് നമ്മൾ. പിന്നെ ഒരു തോൽവിയൊക്കെ ജീവിതത്തിൽ ഒരു നല്ല സർട്ടിഫിക്കറ്റാണ്. അത് പിന്നീട് അങ്ങോട്ട് നമുക്ക് നൽകുന്ന ഊർജ്ജവും ആവേശവും ചെറുതായിരിക്കും.